ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ളതായ ഈ പരമ്പരയിൽ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലത്ത് തുടങ്ങി വെച്ചതായ മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിഷയമാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, എന്നാൽ അതിനു മുൻപ് തന്നെ അതിന് മുൻകുറിയായിട്ട് ഒരു വ്യക്തി മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചതായിട്ട് നിങ്ങൾക്കറിയാം. അത് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിലതുണ്ട് എന്ന് എനിക്കറിയാം. മറ്റാരുമല്ല, സ്നാപക യോഹന്നാനാണ്. അതേ, സ്നാപക യോഹന്നാൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ഇപ്രകാരം ഞാൻ വായിക്കുന്നു: ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നാം മാനസാന്തരപ്പെടുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങൾ 4-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് ചിന്തിക്കുന്നതിന് മുൻപായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം, മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനം യോഹന്നാൻ സ്നാപകനിലുണ്ടായി. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ വന്നതായ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം, വോയിസ് ഓഫ് ജീസസ്, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി സംസാരിപ്പാൻ വന്നതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണം ബൈബിൾ കൊടുക്കുന്ന: യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതീനുമായിരുന്നു. സാധാരണ മനുഷ്യരുമായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് യോഹന്നാൻ്റെ ജീവിതം. എന്നിട്ട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാനിൽ അനേകരായി സ്നാനപ്പെടുത്തി. അപ്പോൾ അവരിൽ പലരും വന്ന് കർത്താവിനോട് ഈ യോഹന്നാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് അവൻ പറഞ്ഞത്, അത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ നിങ്ങൾക്ക് ഒഴിയാൻ ഓടിപ്പോകാൻ നിങ്ങൾ ഉപദേശിച്ചു തന്നതാർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. അത് താൻ താഴോട്ട് വായിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവരോട് ഓരോരുത്തരോടും പറഞ്ഞു. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അനന്തരം യേശു യോഹന്നാനെ സ്നാനമേൽക്കുവാൻ വന്നു. ആ സമയത്ത് അവർ തമ്മിലുള്ള കോൺവെർസേഷനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകനാണ് ആദ്യം പ്രസംഗിക്കാൻ തുടങ്ങിയത്. എന്താണ് മാനസാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, മനസ്സിനൊരു അന്തരം, ഒരു ചേഞ്ച് ഓഫ് ലൈഫ്. അപ്പോൾ ഇത് മനുഷ്യന് ആവശ്യമാണ്. ഇതുവരെയും പോകുന്നതായ പാതയിൽ നിന്നും നേരെ തിരികെ, അതായത് നമ്മുടെ പോക്ക് തിരിച്ചു വരുവാണ്ടൊക്കെ, അതായത് ദൈവ വഴികളെ പിൻപറ്റുവാൻ്റെ കൊണ്ടുള്ള ഒരു ആഹ്വാനമാണ് അവിടെ നാം കാണുന്നത്. ഇനി 4-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലത്ത് പറഞ്ഞു, അതായത് മാനസാന്തരപ്പെടുവിൻ. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതായ കാര്യത്തെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ശേഷം നടന്ന സംഭവമാണ് 4-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇവിടെ പറയുന്ന ഇതാണ്: അതായത് അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനുള്ള ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് അതിനു മുൻപ് കാണുന്നത്. അത് സ്പിരിറ്റ് ലെഡ് ഹിം ഇൻ ടു വിൽഡർനെസ്, അതായത് തന്നെ പരിശോധനയ്ക്കായിട്ട് 40 ദിവസം ഉപവാസം കഴിഞ്ഞ് പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവത്തിനെങ്കിൽ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞ് അവനെ പരീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വിടൽ പ്രാപിച്ചതിന് ശേഷമാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പരസ്യ ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക. ഈ മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. വീണ്ടും ജനന അനുഭവത്തെക്കുറിച്ച് നിക്കോദീമോസുമായിട്ട് സംസാരിക്കുമ്പോൾ താൻ പറഞ്ഞതെന്താണ്? അത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം നിക്കോദീമോസ് ഒരു വൈകുന്നേര സമയത്ത് വന്നു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സമയത്ത് യേശു അവനോട് പറയുന്നത് എന്താണ്? നീ മാനസാന്തരപ്പെടുക, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറയുന്നു. ആമേൻ ഞാൻ എന്നോട് പറയുന്നത് 4:3 പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. പിന്നെ താവോട്ട് എങ്ങനെയാണ് വീണ്ടും ജനനം, അതിനെക്കുറിച്ചൊക്കെയും കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷേ അതൊരു മാനസാന്തരത്തിൻ്റെ, ഒരു മനസ്സിൻ്റെ ഒരു മാറ്റത്തിൻ്റെ അനുഭവമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ മനം തിരിവ് അല്ലെങ്കിൽ മനം മാറ്റം, ഇതുവരെ നാം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ് ഈ മനസ്സിനുണ്ടാകുന്നതായ മാറ്റം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നത്. ഒന്ന്, നാം ഇതുവരെയുമുള്ള ജീവിത ശൈലിയിൽ നിന്നും ഒരു മാറ്റമുണ്ട്. ബുദ്ധിപരമായും അതുപോലെ തന്നെ വികാരപരമായുള്ള മാറ്റമാണ്. ഇതുവരെ ഞാൻ ചെയ്യുകയില്ല, ഇനി മുതൽ ഞാനൊരു പുതിയ വ്യക്തിയാണ്. കാരണം യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് നമ്മുടെ ജീവിതത്തിന് ആ ഒരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ അത് എന്താണ് നമ്മെ നയിക്കുന്നത്? ഒരു പുതിയ ഉണർവിൻ്റെ, അല്ലെ ആത്മീയമായ ഉണർവിൻ്റെ, അതായത് ഈ വീണ്ടും ജനിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നാം ഓർക്കേണ്ടത്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനപ്പെടുന്നു. ആ സ്നാനത്താൽ നമ്മിലൊരു മാറ്റം ഉണ്ടാകണം. എന്താണ്? ഇതുവരെയും ആയിരുന്നതായ പാപജീവിതത്തിൽ നിന്നും വിരാമം ഇട്ടുകൊണ്ട് നാം ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം അത് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തീയമായ ഒരു ജീവിത ശൈലി, ജീവിത രീതി, ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും നമുക്ക് മാറ്റമുണ്ടാകണം. അപ്പോൾ ഈ മാറ്റത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ അനന്തരഫലമാണ് പാപത്തെ ഏറ്റുപറയുക. പാപത്തെ ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം 1 യോഹന്നാൻ 1:9. അവിടെ പറയുന്നതാണ്, നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം നല്ലവനും വിശ്വസനുമാകുന്നു. അപ്പോൾ നമ്മുടെ പാപത്തെ ഏറ്റുപറയുന്ന രീതിയെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 1:9 ഇവിടെ പറയുന്നത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസനും നീതിമാനുമാകുന്നു. അപ്പോൾ ഈ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയലിനെ കുറിച്ച് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുള്ള ഏറ്റുപറയലുണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഴയ നിയമത്തിലെ കഥ ഇപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ്. അതായത് നാം കഴിഞ്ഞ ഇടയിൽ പ്രത്യേകിച്ച് പാഠങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ യോശുവ ഇസ്രായേൽ മക്കളെ നയിച്ചതായ രംഗമുണ്ട്. അവിടെ ആഖാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആയി പട്ടണം പിടിക്കുവാൻ തക്കവണ്ണം യോശുവ ആഹ്വാനം ചെയ്തപ്പോൾ അവർ കുറേ പേര് പോയി. എന്നാൽ ആയിലുള്ള ആൾക്കാർ വരെ തോൽപ്പിച്ചു, അവർ പരാജയപ്പെട്ട് മടങ്ങി വരുവാനൊക്കെ ഇടയായി തീർന്നു. ആ സമയത്ത് യോശുവ കവിണ്ണു വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചുകൊണ്ടാണ് യോശുവയും അവരൊക്കെയും മുന്നോട്ട് പോയത്. എന്നിരുന്നാലും ഈ ഒരു പരാജയം അവർക്ക് വലിയ ഒരു സങ്കടമായി മാറി. ആ ഘട്ടം യോശുവയോട് ദൈവം പറയുകയാണ്, നീ കവിണ്ണു വീണ് കിടന്നുകൊണ്ട് കാര്യമില്ല, നിങ്ങളിൽ പാപമുണ്ട്. എന്താണ് പാപം? അതായത് ശാപതാർപ്പിതമായ ഒരു വസ്തുക്കൾ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മോഷ്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ശാപമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാരാണെന്ന് ആരും ഈ ആഖാൻ എന്ന് പറയുന്ന വ്യക്തി അന്നേരം ഇതൊന്നും പറഞ്ഞില്ല. എന്നാൽ അവസാനം കുലമായിട്ട് കുടുംബമായിട്ട് ഓരോരുത്തരും എടുത്തപ്പോൾ അവസാനം ആഖാൻ്റെ പേരിൽ ചീട്ട് വീണു. അവൻ അന്നേരമാണ് കുറ്റം സമ്മതിക്കുന്നത്. അപ്പോൾ അതൊരു ജെനുവിൻ അല്ലെങ്കിൽ യഥാർത്ഥമായൊരു മാനസാന്തരമല്ല. പക്ഷേ ജോഷുവ വളരെ സ്നേഹത്തോടെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ആഖാൻ സമ്മതിച്ചു. എന്താണ്, ഞാൻ വിശേഷപ്പെട്ടതായ ഒരു കമ്പിളിയും അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും ഒക്കെ മോഷ്ടിച്ച് എൻ്റെ കൂടാരത്തിൽ വെച്ചിട്ടുണ്ട്. അതവർ കണ്ടുപിടിച്ചു. അവസാനം ആഖാനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊന്നു. അപ്പോൾ അതൊരു മാനസാന്തരത്തിൻ്റെ അനുഭവമല്ല. മാനസാന്തരത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഈ ബൈബിൾ ലോകത്തിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് പാപം ചെയ്തു. പക്ഷേ ആ പാപത്തിന് പരിഹാരമായിട്ട് താൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, അതിൽ നിന്നും മാറി. എന്നാൽ അതൊരു ജെനുവിൻ കൺവേർഷനായിരുന്നു. അതായത് യഥാർത്ഥമായുള്ളൊരു മാനസാന്തരമായിരുന്നു. അതുപോലെ തന്നെ ഏറ്റുപറച്ചിലായിരുന്നു. എന്നാൽ പലരും ചെയ്യുന്നത് എന്താണ്, അവർ അവസാനം ആഖാനെ പോലെ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് മാനസാന്തരപ്പെടുന്നത്. അത് പാടില്ല. നമുക്കറിയാം, ബൈബിളിലെ വേറെ 2 വ്യക്തികളെക്കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. ഒന്ന് യൂദാസ് കർത്താവിനെ 30 വെള്ളിക്കാശിന് ഊറ്റിക്കൊടുത്തു. നമുക്ക് ബൈബിളിൽ നിന്നുള്ള ആ രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആ ഒരു മാനസാന്തരം, അതായത് യൂദ എന്തോ വലിയ കാര്യങ്ങളൊക്കെ സാധിക്കാമെന്ന് കരുതി താൻ ചിന്തിച്ചത് യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, തന്നെ പിടിച്ചാൽ ഉടനെ തന്നെ അവിടെ നിന്ന് വിട്ടുപോരും എന്നുള്ള മനോഭാവമായിരിക്കും. എന്തോ 30 വെള്ളിക്കാശിന് കർത്താവിന് ഊറ്റിക്കൊടുത്തു. അവസാനം കർത്താവിനെ ചുംബിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ യൂദായിക്ക് പിന്നീട് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷേ ആ തെറ്റിനെ ദൈവത്തോട് ഏറ്റുപറയുന്നതിന് പകരം
താൻ എന്താണ് ചെയ്തത്? അവസാനം ആ പൈസ കൊണ്ട് പള്ളിയിൽ വലിച്ചെറിയുകയാണ്. അതായത് പരീശന്മാരോട് പറഞ്ഞു ഇത് ദൈവത്തോട് ചെയ്തത് കുറ്റമാണെന്ന് മനസ്സിലാക്കി. പക്ഷേ അവൻ തന്നെ താൻ കെട്ടി തൂങ്ങി ചത്തു. അതുപോലൊരു അനുഭവം പത്രോസിനുണ്ടായിട്ടുണ്ട്. എന്താണ് തൻ്റെ അനുഭവത്തിൽ നാം കാണുന്നത്? കർത്താവ് തന്നെയും തൻ്റെ അവസാന കാലത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെയും ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു താൻ കൊല്ലപ്പെടുമെന്നും അല്ലെങ്കിൽ ക്രൂശിൽ തറയ്ക്കുമെന്നും ഒക്കെയും പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു ഇല്ല, ഒരിക്കലും ഇല്ല പറഞ്ഞു. അത് നടക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചാകേണ്ടി വന്നാലും അങ്ങനെയുള്ളൊരു അനുഭവം പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ കർത്താവ് പറഞ്ഞു നീ എന്നെ 3 പ്രാവശ്യം ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞ് തള്ളിപ്പറയും. അത് അവസാനം സംഭവിച്ചു. അത് സംഭവിച്ചതിന് ശേഷം, അതായത് ഈ കർത്താവിനെ കൊണ്ട് പത്രോസിൻ്റെ പ്രദേശത്ത് അല്ലെങ്കിൽ കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നതായ സമയത്ത് തന്നെ അനുഗമിച്ചു. അവസാനം പത്രോസിന് മനസ്സിലായി, പത്രോസിനെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാക്കി പത്രോസ് അവനോടൊപ്പമുള്ള ശിഷ്യനാണെന്ന് 3 പ്രാവശ്യം ആരോ പറഞ്ഞു. അത് കേട്ട് ബൈബിളിൽ അതിൻ്റെ ഇതുണ്ട്, നിങ്ങൾ വായിക്കുക. അപ്പോൾ തനിക്ക് ബോധ്യം വന്നു. അതോടുകൂടി യേശുവുമായുള്ളതായ ഒരു കൺഫ്രണ്ടേഷൻ, അതായത് യേശുവിനെ കണ്ടു, യേശു പറഞ്ഞതായ കാര്യം ഓർത്തു, അനുദപിച്ചു, താൻ മാനസാന്തരപ്പെട്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് അവിടെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ജെനുവിൻ കൺവേർഷനാണ്. അതുപോലുള്ള അനേക അനുഭവങ്ങളുണ്ട്. പലരും ഈ പാപത്തിൻ്റെ ശിക്ഷ വരും എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രം മാനസാന്തരപ്പെടുന്നു. എന്നാൽ അവർ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെടുന്നു, അവർ ഏറ്റുപറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള യഥാർത്ഥമായ ഒരു ജെനുവിൻ ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യമാണ്. ഇനി ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, നാം പറയുന്ന കാര്യത്തെ അനുസരണമായിട്ട് വേണ്ട പരിഹാരം ചെയ്യണം. പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റു പറയുമ്പോൾ ഞാൻ സാറിന് ഓർക്കുന്നത്, ഇപ്പം നാം ദൈവത്തോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയണം. നാം നമ്മുടെ സഹോദരനോട് സഹോദരിയോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഏറ്റു പറയണം. അങ്ങനെ ആ നിരപ്പിൻ്റെ ശുശ്രൂഷ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലെ ഒരു പ്രോസസ്സാണ് ഏറ്റുപറച്ചിൽ. അപ്പോൾ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം ക്ഷമിച്ചിരുവാൻ മതിയായവനാണ്. അതുകൊണ്ട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുക. അത് മാത്രമല്ല, ഈ പാപം ചെയ്തു അല്ലെങ്കിൽ നാം ഒരു വ്യക്തിയുടെ മുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ മറ്റുള്ളവൻ്റെ മുതൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുക, റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് ഇങ്ങനെ പല വഴിയിൽ പോയപ്പോൾ തന്നെ കാണുവാൻ തക്കോണം സക്കായി എന്ന് പറയുന്നൊരു മനുഷ്യൻ കർത്താവിനെ കാണുവാൻ തക്കോണം ഒരുങ്ങിയതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. അത് നമുക്കൊന്ന് സ്വല്പമായി ചിന്തിക്കാം. അതായത് സക്കായി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ കർത്താവിനെ കാണുവാൻ തക്കോണം തനിക്ക് ഉയരക്കുറവായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഇവിടെ 19-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, അവൻ എരിഹോവിൽ എത്തി. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരൻ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിനു വേണ്ടി ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി യേശു പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വാ, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതിന് എന്ന് പറഞ്ഞു. ആ സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. പിന്നെ പറയുന്നത് അവൻ പറയുന്നത് അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കുവാൻ യേശു പോകുന്നു മറ്റുള്ളവർ പുറപ്പെടുത്തു. എങ്കിലും സക്കായിയോ ഇന്ന് കർത്താവിനോട് കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ അതായത് മടക്കി കൊടുക്കുക, തിരികെ കൊടുക്കുക. നാം എന്തെങ്കിലും അന്യായമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരൊന്നും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥാപിതമായ ഒരു മാർഗമാണ് 4 മടങ്ങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നാം അന്യായമായ എന്തെങ്കിലും നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണം. അത് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, തിരികെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതായത് നമ്മുടെ മനസ്സുകൊണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ദിവസം ബാംഗ്ലൂർ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കടയിൽ കയറി ഞാനൊരു കുറച്ച് സാധനം വാങ്ങിച്ചു. അപ്പോൾ അതിനെല്ലാം കൂടെ ഏതോ എനിക്ക് തോന്നുന്നത് 25 രൂപയായി. അപ്പം ഞാൻ 100ൻ്റെ ഒരു നോട്ട് അങ്ങോട്ട് കൊടുത്തു. 100ൻ്റെ നോട്ട് കൊടുത്തപ്പോൾ അയാൾ തിരിച്ചു തരുന്നത് 175 തിരിച്ചു തന്നു. അപ്പോൾ അയാൾ വിചാരിച്ച് ഞാൻ കൊടുത്തത് 200 ആണെന്നാണ്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ പണം എൻ്റെ കൈവശം വന്നപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പ്രതികരിക്കാൻ തുടങ്ങി, അത് ശരിയല്ല, നീ ശരിയല്ല. അപ്പോൾ ആ ഒരു നമ്മുടെ മനസാക്ഷി നമ്മളെ കുത്തുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? അത് തിരികെ കൊടുക്കുക. അത് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അനുഭവം? അതായത് ഞാൻ പറഞ്ഞു, ഞാൻ തന്നത് നിങ്ങൾക്ക് 100 രൂപയാണ്, നിങ്ങൾ എനിക്ക് 200ൻ്റെ ബാക്കി തന്നു,
ഇത് 100 നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് കൊടുത്തു. ആ മനുഷ്യന് വളരെ സന്തോഷമായി. അയാൾ ഓർത്തില്ല, അയാൾ അറിഞ്ഞില്ല. പക്ഷേ അതായത് ആ മനുഷ്യനിലുണ്ടായതായ വ്യത്യാസം, അതുപോലെ എനിക്കുണ്ടായതായ അനുഭവം എന്താണ്, എൻ്റെ മനസ്സിൽ അതൊരു കുറ്റമായിട്ട്, ഒരു ഗിൽറ്റായിട്ട് തീരുകയില്ല. അപ്പോൾ അങ്ങനെ നാം ഈ മനുഷ്യനുമായുള്ള ഇടപാടുകളിൽ ഇങ്ങനെയുള്ള ചില നടപടികൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മെ കുറ്റം വിധിക്കാതിരിക്കാൻ തക്കോണം നാം എന്ത് ചെയ്യണം, തിരികെ കൊടുക്കണം. അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരു ജീവിത അനുഭവമാണ്. അപ്പോൾ അങ്ങനെ നാം ചെയ്യുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതായത് പാപം എന്ന് പറഞ്ഞാൽ കൽപ്പനാ ലംഘനമാണ്. ആ കൽപ്പനാ ലംഘനത്തിൽ നാം ഇടപെട്ടാൽ നമുക്കുള്ള അനുഭവം എന്താണ്, അതിൻ്റേതായ ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധം. അപ്പോൾ ആ കുറ്റബോധത്തിൽ ഒഴി നിൽക്കുവാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം, പാപത്തെ ഏറ്റുപറയുക. ഇങ്ങനെയുള്ളതായ നടപടികൾ, അതായത് തിരികെ കൊടുക്കുക. നമുക്ക് വായിക്കാം റോമാലേഖനം 3:20. അവിടെ അപ്പോസ്തലനായ പൗലോസ് എന്തു പറയുന്നു എന്ന് ചിന്തിക്കാം. റോമാലേഖനം 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിൻ്റെ ജ്ഞാനമത്രയാകുന്നത്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന നമ്മോട് പാപം എന്ന് പറയുമ്പോൾ അത് പാപമായിട്ട്, അല്ലെങ്കിൽ അത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന ചെയ്യുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ബന്ധത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി, അതായത് ഒരു കണ്ണാടി മാതിരി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ കണ്ണാടി എന്താണ് ചെയ്യുന്നത്, എൻ്റെ മുഖത്ത് പാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കറയുണ്ടെങ്കിൽ അത് കാണിക്കുന്നു. അപ്പോൾ നാം എന്ത് ചെയ്യണം, ദൈവസന്നിധിയിൽ പോയി നമ്മുടെ കറകളെ കഴുകുവാൻ തക്കവണ്ണം വചനത്താൽ, ദൈവത്തിൻ്റെ ആത്മാവാൽ പ്രേരിതരായി നമ്മുടെ പാപങ്ങളേറ്റ് പറയുമ്പോൾ അത് നമ്മിൽ നിന്ന് മാറ്റപ്പെടും. അതായത് പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നമുക്ക് ക്ഷമിച്ചു വേണ്ട കൊണ്ട് ദൈവം ഉണ്ട്. അപ്പോൾ ആ ദൈവത്തോട് പറയുക. അതുപോലെ മനുഷ്യനുമായിട്ട് നമ്മൾ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരോട് ഇടപെടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മൾ കുറ്റം വിധിക്കുകയില്ല. പിന്നെ 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം എന്ന് പറയുന്നത് നോക്കാം. റോമാലേഖനം 7:7. അവിടെ ഞാൻ പ്രകാരം വായിക്കുന്നു, ആകയാൽ നാം എന്തു പറയുന്നു, ന്യായപ്രമാണം ഒരു നാളും ന്യായപ്രമാണം പാപമൊന്നും ഒരു നാളും വരുത്, എങ്കിലും ന്യായപ്രമാണത്തല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മിലുള്ള പാപത്തെയാണ്. ആ പാപം നമ്മിലുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, ബോധ്യം വരുമ്പോൾ അവയിൽ നാം മാറി നിൽക്കണം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിതരായി നാം ചെയ്യുക. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മോട് നീ ചെയ്തത് കുറ്റമാണ്, തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ ചെയ്ത പാപത്തെക്കുറിച്ച് നമുക്ക് ചിന്താഗതി ഇല്ലാതായപ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുകയില്ല. അതുകൊണ്ട് ആ പ്രേരണ കണ്ട് മനസ്സിലാക്കി നമ്മൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് കുറ്റമില്ലാത്തതായിത്തീരും. നിർമ്മല മനസ്സാക്ഷി എന്ന് പറയും. അപ്പോൾ ആ നിർമ്മല മനസ്സാക്ഷിയുള്ളവരായി തീരുവേണ്ട കോണമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ ഈ മാനസാന്തരത്തിൻ്റെ ഒരു നടപടിയിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും ആവശ്യമാണ്. അതെ, നാം മാനസാന്തരപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, അത് റിവൈവൽ ഉണ്ടാകണം. അതുപോലെ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയണം, തിരികെ കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യേകത ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു മാറ്റം ഉണ്ടാകും. അതൊക്കെയും ചെയ്യുന്ന ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു തന്നെയും പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലും വഴി നടത്തും. നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഇങ്ങനെ അവിടെ പറഞ്ഞ ശേഷം പിതാവിനോട് ചോദിക്കും, അതെ, നിങ്ങളെ അനാഥരായി വിടുകയില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്നറിയില്ല, എന്നാൽ പിതാവിലും എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നതിൽ. അപ്പോൾ പിതാവ് എന്നെ സ്നേഹിക്കുന്നു താഴോട്ട് പറയുമ്പോൾ, പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യം നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചിരിക്കുകയും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളൊക്കെയും പറയുകയും ചെയ്തു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അതിനെക്കുറിച്ച് താഴോട്ട് പറയുന്നത്, നാം പാപം ദൈവസന്നിധിയിൽ ഏറ്റു പറയുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ കണിശമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. അതുപോലെ നാം വ്യക്തിപരമായിട്ട് ഈ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ കർത്താവിന് വേണ്ടി സാക്ഷികളായിത്തീരും. അതായത് നമ്മുടെ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്താണ്, അത് വർദ്ധിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഈ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ ആത്മാവാൽ പ്രേരിതരായി, അതായത് നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയുമ്പോൾ അത് തുളുമ്പുകയും മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും. അപ്പോൾ ഈ മാനസാന്തരത്തിൻ്റെ ഒരനുഭവമാണ് എന്ത്, സാക്ഷികളായിരിക്കുക.
യേശുവിന് വേണ്ടി സാക്ഷികളായിരിക്കുക. യേശു എനിക്ക് ചെയ്ത നന്മകളെ ഓർക്കുക, അത് പറയുക. അത് പറയുമ്പോൾ കണിശമായിട്ടും നമുക്കൊരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ ഇത് ഈ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽപ്പെട്ടതായ ഒരു കാര്യമാണ്. അതായത് വ്യക്തിപരമായിട്ട് നാം മറ്റുള്ളവരോട് യേശുവിന് വേണ്ടി സാക്ഷീകരിക്കുക. അതാണല്ലോ ഈ ബൈബിൾ മൊത്തമായിട്ട് കാണുന്നത്. അതായത് കർത്താവ് തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ പോവുക. ആരോട് പറഞ്ഞു? തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞതായ കാര്യം നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാന ഭാഗത്ത് പ്രത്യേകിച്ച് 28 നാം വായിക്കുന്നുണ്ട്. എന്താണ് കർത്താവ് പറഞ്ഞത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക, എന്നിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു വെക്കുകയും പ്രമാണിക്കാൻ കൊണ്ട് ഉപദേശിച്ചു പോവുക. ഇത് എന്തിനു വേണ്ടിയാണ്? കർത്താവ് പോകുന്നതിന് മുൻപായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞാനോ നിങ്ങളോടുകൂടെ എല്ലാ നാളുമുണ്ട്. അതുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചതായ ജോലി ചെയ്യുക. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം കാണിച്ചെന്നായ ഈ പാതകളെ പിൻപറ്റുക. അതായത് എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുക. അത് നാം വെറുതെ ഇരുന്നില്ല, അടങ്ങിയിരുന്ന പറ്റത്തില്ല. നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി, ആത്മാവാൽ പ്രേരിതരായി നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർക്കുവാൻ, ആ കുറ്റബോധത്തിൽ മാറിയിട്ട് നാം വിമുക്തരായി ജീവിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു വഴിയാണ് ഈ മാനസാന്തരത്തിൽ നല്ല ഫലം കായ്ക്കുക എന്നുള്ളത്. നമുക്ക് വായിക്കാം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞു. അത് ഞാൻ ആദ്യമേ വായിച്ചല്ലോ. താൻ ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തക്കണം, മാനസാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുവാൻ തക്കണം ഇടയായിത്തീർന്നു. അതെന്തുകൊണ്ടാണ്? ആ കർത്താവിൻ്റെ അനുയായികളായി, കർത്താവിൻ്റെ വിശ്വാസമുള്ളവരായി ജീവിക്കുമ്പോൾ കണിശമായിട്ടും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം നാം ചെയ്യും. അതായത് കർത്താവ് തന്നെ പറയുകയുണ്ടായി, ഞാൻ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വരുമ്പോൾ നമ്മൾ അവൻ്റെ സാക്ഷികളായിത്തീരുന്നു. അപ്പോൾ ഈ സാക്ഷികളായിരിക്കുമ്പോൾ പോയി നിങ്ങൾ സാക്ഷികളാവുമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാക്ഷ്യത്വം വഹിക്കുമ്പോൾ കണിശമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഈ മാറ്റം ഉണ്ടാകുവാൻ കോണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വാക്യം വായിച്ച് നിർത്താം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. യോഹന്നാൻ 16:8. അതായത് അവൻ വന്ന്, അതിന് ഞാൻ വായിക്കാതിരുന്നായിരുന്നു, അവൻ വന്ന്, അതായത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആയതുകൊണ്ട് നാം എന്ത് ചെയ്യണം? പിതാവിൻ്റെ അടുക്കൽ പോവുകയും, അതായത് കർത്താവ് പോവുകയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് എടുത്തു പറയുന്നത്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനിയും എന്നെ കാണാതിരിക്കുകയും ചെയ്യുകയാകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അതുകൊണ്ട് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവാൽ പ്രേരിതരായി ദൈവാത്മാവ് വരുമ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുക മാത്രമല്ല, മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, പാപത്തെ ഏറ്റു പറയുക, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പാപത്തിൽ നിന്ന് മാറ്റമുണ്ടായി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ജീവിപ്പാൻ യേശുക്രിസ്തു ആയിരിക്കുന്നവർ, യേശുക്രിസ്തുവിന് വിശ്വാസമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനീ പ്രസംഗം നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയങ്ങളിൽ നിന്ന് കേട്ടതായ മാനസാന്തരത്തിൻ്റെ അനുഭവം, അത് യേശു പ്രസംഗിച്ചതായ പ്രസംഗം മാനസാന്തരപ്പെടുകയും, അപ്പോൾ ആ മാനസാന്തരത്തിൻ്റെ അനുഭവം ഇന്ന് ഞങ്ങൾക്ക് സാധ്യമാണ്. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കണമേ. കാലം പഴകും തോറും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയാസമായി മാറും. അത് മാറാതിരിപ്പാൻ തക്കവണ്ണം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവ ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ. എൻ്റെ കേൾവിക്കാരെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നു. രോഗത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കഷ്ടത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ട വീടുകളും ആശ്വാസവും സൗഖ്യവും സമാധാനവും നൽകണമേ. എല്ലാം യേശുക്രിസ്തു താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം.